ശ്രീ ഷാഫി ചാലിയം, വെരി ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ചായ പോലും തന്നില്ലല്ലോ ശ്രീ ഷാഫി ചാലിയം. വെറുതെ കേട്ടോ, രാവിലെ തന്നെ ഷാഫി ചാലിയം ചായ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഷാഫി ചാലിയത്തിൽ നമ്മൾ ചായ വാങ്ങിച്ചോളൂ. നമുക്ക് അങ്ങോട്ട് നടക്കാം. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഞങ്ങളിപ്പോൾ കർണാടകയിൽ നിന്ന് വരിക. കർണാടകയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു അന്വേഷണം കൂടെ നടത്തി. അപ്പോൾ ബാംഗ്ലൂർ നോർത്തിലും ഇതേപോലെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 5 പേര് താമസിക്കുന്ന മുറിയിൽ 315 പേര്. അതെ, അദ്ദേഹം 4-5 വർഷമായി ഇന്ത്യ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയല്ലേ ചെയ്തത്. അതിൻ്റെ പിറകിൽ വളരെ ശാസ്ത്രീയമായി വളരെ പെയിൻഫുള്ളായ ഒരു എൻക്വയറിയാണ് നടത്തിയത്. അപ്പോൾ ആ എൻക്വയറി നടത്തി ഇന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന വിവരം അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഈ ഗവൺമെൻറ് വീണ്ടും അധികാരം പിടിച്ചടക്കിയത്. ഉദാഹരണം അരുൺകുമാർ, നമ്മൾ ഹരിയാന നമ്മളൊക്കെ കാത്തിരുന്നതാണ്. ഹരിയാനയുടെ ഇലക്ഷൻ്റെ മുൻതൂക്കം കൃത്യമായി കോൺഗ്രസിനാണ്. ലാസ്റ്റ് ലാപ്പിൽ പോയി അത് അട്ടിമറിയുന്നു. അവിശ്വസനീയമായൊരു സംഗതി. സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ദേശീയ മാധ്യമ രംഗം നശിച്ചുപോയി. സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള പ്രാദേശിക മാധ്യമങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ദ വൈറൽ തുടങ്ങിയിട്ടുള്ള പലതും രാജ്യം വിട്ടുപോയി. പുറത്തുനിന്ന് ചില വാർത്തകളൊക്കെ കൊടുക്കാൻ തെളിവുപോലും തരാൻ തയ്യാറല്ല. ഇപ്പോൾ പിന്നെ നിങ്ങളെ റിപ്പോർട്ടിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പോലും അമാന്തിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയപ്പാടാണ്. ഭയങ്കരമായി ഭയപ്പെട്ട് നിൽക്കാണ്. പക്ഷേ ഇതൊരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കും. ഒരു സംശയവും വേണ്ട. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇനി അടുത്തൊരു കാര്യം നമുക്ക് ഷാഫി രഹസ്യമായി ചോദിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ഏറ്റവും രസകരമായ ഭക്ഷണം ഏതാണ്? ഇവിടെ ഈ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ ഒരു അത് പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഉടനീളം കടലിൽ കല്ലുകളുണ്ട്. പക്ഷേ ഈ കല്ലുകളിൽ കിലോമീറ്ററോളം താഴെ വെള്ളത്തിൽ മണിക്കൂറുകൾ നിന്നിട്ട് അതിനെ പറിച്ചെടുക്കാൻ കഴിവുള്ള വിദഗ്ധരായ തൊഴിലാളി വർഗം ചാലിയത്ത് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലായിടത്തും പോയി ചാലിയത്തുകാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ചാലിയത്ത് നമ്മൾ ഷാഫിയുടെ വീട്ടിൽ പോയി നമുക്ക് കല്ലുമ്മക്കായൊക്കെ കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ റെഡിയാക്കി വെച്ചോളൂ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. പേടിക്കണ്ട, ഇന്ന് വരത്തില്ല. അതെ അശോക്ജി, നമസ്കാരം. ചരിത്രകാരനാണ്. അതെ അതെ. അപ്പോൾ ഷാഫി ചാലിയത്തെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ താങ്ക് യു ഷാഫി ചാലിയം. രാവിലെ വന്നല്ലോ, കണ്ടല്ലോ, സന്തോഷമായി. താങ്ക് യു. അപ്പോൾ നമ്മൾ